കാഠിന്യം അനുഭവിച്ച ജില്ലയാണ് കാസർഗോഡ്. ദുരിതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ജില്ലയിലെ ഭൂരിഭാഗം പുഴകളും ജലാശയങ്ങളും വറ്റിവരണ്ടു തുടങ്ങി. എന്നാൽ വരൾച്ചയുടെ പ്രതിസന്ധിയെ നേരിടാൻ ഗ്രാമീണ തലത്തിൽ ഒരുക്കുന്ന മാതൃകയാണ് പ്രകൃതി സൗഹൃദ താൽക്കാലിക തടയണകൾ. കാലം തെറ്റിപ്പെയ്തൊരു മഴയൊഴിച്ചാൽ പതിവിനും നേരത്തെയാണ് കാസർകോട്ടെ വരണ്ട കാഴ്ചകൾ. കിഴക്കെന്നോ തെക്കെന്നോ വ്യത്യാസമില്ലാതെ വരൾച്ച വ്യാപിക്കുമെന്നുറപ്പ്. ജലലഭ്യത ഉറപ്പാക്കാൻ ഗ്രാമീണ പ്രദേശങ്ങൾ പലവിധ മാർഗങ്ങൾ തേടുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ മാതൃകയാവുകയാണ് കോടോംബേളൂർ പഞ്ചായത്ത്. പ്രകൃതി സൗഹൃദമായ 1000 താൽക്കാലിക തടയണകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. 500ഓളം ഇതിനകം പൂർത്തിയായി. ജലലഭ്യതയ്ക്ക് എങ്ങനെ തടയണകൾ സഹായിക്കുമെന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ ഉത്തരമുണ്ട്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു മലയോര പഞ്ചായത്താണ് നമ്മുടേത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചെറു തടയണകൾ വെള്ളത്തെ മണ്ണിലേക്ക് തന്നെ ഇറക്കി വിടുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലക്കാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള ചെറു തടയണകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത്. ഓരോ പ്രദേശത്തും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നിർമ്മാണത്തിന് നേതൃത്വം. പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുന്നതിനായി ആദ്യഘട്ട ശുചീകരണം പൂർത്തീകരിച്ചു. തടയണ കെട്ടുമ്പോൾ പ്രകൃതിക്കിണങ്ങിയതാവാൻ പ്രത്യേക ശ്രദ്ധയുമുണ്ട്. അത് നമ്മൾ ആദ്യം ഉപയോഗിച്ചത് ഓല മാറ്റപ്പെട്ട അതിൽ വരുന്ന പാള അതെല്ലാം കൊണ്ടാണ് നമ്മൾ തടയണ നിർമ്മിച്ചത്. പ്രകൃതിക്ക് നല്ലത് കിട്ടുന്ന പോലെയാണ് നമ്മൾ തടയണ നിർമ്മിക്കുന്നത്. അത് വരും കാലങ്ങളിൽ നമുക്ക് കുടിവെള്ളത്തിന് ഒരു ക്ഷാമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ തടയണ മഴക്കാലത്ത് ഇത് ഒലിച്ചു പോകുന്നതുകൊണ്ട് ഇങ്ങനെ താൽക്കാലിക തടയണയായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ വെള്ളം നിൽക്കുന്നതന്നെ ഇപ്പോൾ ഇതിന് നല്ല പാകൽ വെള്ളം നിൽക്കട്ടെ ഇതിൻ്റെ ചുറ്റും. അത് കാരണം ഇതിന് നില വെക്കാനുണ്ട്, മണ്ണിടാനുണ്ട്, പിന്നെ മാച്ചുപട്ട ഇടാനുണ്ട്, എല്ലാം ഇടാനുണ്ട്. നല്ല വെള്ളം നിൽക്കൂടാ. വരാനിരിക്കുന്ന വരൾച്ചക്കാലത്തെ അതിജീവിക്കാനുള്ള ഗ്രാമീണ കരുതലാണ് ഈ കണ്ട കാഴ്ച. കാസർഗോഡ് നിന്നും വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ